ഹലോ, സ്മിതയാണ് കേട്ടോ. നമ്മൾ ഇന്നുള്ളത് കോന്നി കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവിലാണ്. പ്രകൃതിയെയും മനുഷ്യനെയും ഭക്തിയുടെ നൂലിഴയിൽ കൂട്ടിയിണക്കുന്ന വിളിച്ചാൽ വിളിപ്പുറത്തുള്ള കല്ലേലി ശ്രീ ഊരാളി അപ്പൂപ്പൻ കാവിൽ. ഇവിടെ വരണമെന്ന് ഒരുപാട് നാളായി ആഗ്രഹിച്ചിരുന്നു. 41 പടി ചവിട്ടി നമ്മൾ എത്തുന്നത് മറ്റൊരു ലോകത്തേക്കാണ്. പ്രകൃതിയും സമസ്ത ജീവജാലങ്ങളും കൈകോർക്കുന്ന വിളിച്ചാൽ വിളിപ്പുറത്തു എത്തുന്ന ഊരാളി അപ്പൂപ്പൻ്റെ തിരുസന്നിധിയിലേക്ക്. 41 പടികൾ മണ്ഡലകാലത്തെ പ്രതിനിധീകരിക്കുന്നു. ആദി ദ്രാവിഡ ഗോത്ര ജനതയുടെ ആചാരാനുഷ്ഠാനങ്ങളാണ് ഇവിടെ പിന്തുടരുന്നത്. മല ഈശ്വരന്മാരെ കുടിയിരുത്തിയിരിക്കുന്നവയാണ് ഈ പടികൾ എന്നാണ് സങ്കല്പം. ഫലവർഗ്ഗങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളും ചുട്ടും വറുത്തും പൊടിച്ചും തൃപ്പടി പൂജ നടത്താറുണ്ട്. എല്ലാ മലയാള മാസം 1-ാം തീയതിയും വിശേഷാൽ ഊട്ടും പൂജയും ഓരോ തൃപ്പടിയിലും നടത്താറുണ്ട്. ഈ വാനരയൂട്ട് ഇവിടുത്തെ പ്രധാന പ്രത്യേകതയാണ് കേട്ടോ. വാനരന്മാർക്ക് മാത്രമല്ല, പക്ഷികളെയും ഉരകങ്ങളെയും ഒക്കെ ഊട്ടുന്ന ഒരു കാവാണിത്. വാനരന്മാർക്ക് രാവിലെ 8:30 തന്നെ സദ്യയാണ് ഒരുക്കി നൽകുന്നത്. പ്രകൃതിയെ ആരാധിച്ചും ബഹുമാനിച്ചും മുന്നോട്ടു പോകാനുള്ള വലിയ സന്ദേശമാണ് ഈ ക്ഷേത്രം നൽകുന്നത്. ഇവിടെ താന്ത്രിക പൂജകളില്ല കേട്ടോ. ദ്രാവിഡ ജനതയുടെ ആചാരങ്ങളാണുള്ളത്. കാവിൽ 2 കളരിയാണുള്ളത്. ഒന്ന് പുറം കളരി, മറ്റൊന്ന് അകം കളരി. നമ്മളിപ്പോൾ ആളുകൾ ക്യൂ നിൽക്കുന്നതൊക്കെ കണ്ടില്ലേ, അത് അകം കളരിയാണ്. ദോഷങ്ങളും ബാധകളും ഒഴിവാക്കുന്നതും ഒഴിപ്പിക്കുന്നതും അകം കളരിയിലാണ്. 999 മലകൾക്ക് ഊട്ടും പൂജയും കൊടുക്കുന്നതും ഈ കളരിയിലാണ്. ദോഷങ്ങൾ ഒഴിവാക്കി കരിക്കുടച്ച് രാശി നോക്കുന്നതും ഊരാളി അപ്പൂപ്പൻ്റെ പ്രതിവിധികൾ വിധിക്കുന്നതും ഇവിടെയാണ്. 999 മലകളുടെ പീഠവും മൂർത്തിയുടെ പീഠവും പാണ്ടി ഊരാളി അപ്പൂപ്പൻ്റെ സങ്കല്പവും ഇവിടെയുണ്ട്. ഇവിടെ ആർക്കും എത്ര നേരം വേണമെങ്കിലും തൊഴുതു പ്രാർത്ഥിക്കാം. ആരും ആരെയും തടയില്ല. മനസ്സും ശരീരവും ശാന്തവും സ്വസ്ഥവുമാക്കുന്നൊരിടം. അകത്തേക്ക് വീഡിയോ എടുക്കാമായിരുന്നെങ്കിലും കല്ലേലി അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും പ്രതിഷ്ഠകൾക്കടുത്ത് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. കാരണം ആ പ്രാർത്ഥനകൾ അത്രമേൽ തന്നെ സ്വകാര്യവും മനോഹരവുമായിരിക്കട്ടെ എന്ന് കരുതി. താമ്പൂല സമർപ്പണമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. ഇത് കണ്ടോ, 7 സാഗരങ്ങളിലെ ജലമാണിതെന്നാണ് വിശ്വാസം. ഇവിടെ നിന്ന് പൂജിച്ച് കിട്ടുന്ന നാണയം 90 ദിവസം നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ച് തിരികെ കൊണ്ടുവന്ന് തലയ്ക്കൊഴിഞ്ഞ് ഈ വെള്ളത്തിൽ നിക്ഷേപിക്കണമെന്നാണ് വിശ്വാസം. നമ്മുടെ ആയുരാരോഗ്യ സൗഭാഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്രകാരം ചെയ്യുന്നത്. 24 മണിക്കൂറും ദർശനമുള്ളതിനാൽ ഏത് സമയത്തും വന്ന് തൊഴുതു പോകാൻ സാധിക്കും. ഹരിനാരായണൻ തമ്പുരാൻ്റെ നടയും സ്വർണ്ണക്കൊടിയും കുട്ടിച്ചാത്തൻ്റെ നടയും വില്ലും അതുപോലെ തന്നെ കൗള ഗണപതിയും ഇവിടെ പ്രതിഷ്ഠയുണ്ട്. 1008 ഗണപതി ശ്രേഷ്ഠരിൽ പ്രമുഖനായ കരിഗണപതിയാണ് കൗള ഗണപതി. രൂപവും ഭാവവും ഇല്ല, നമ്മൾ നൽകുന്നതാണ് രൂപവും ഭാവവും. കൗള ഗണപതിക്ക് പിന്നിലായി 999 മലകളുടെ സ്വർണ്ണക്കൊടിയുണ്ട്. വിശേഷാൽ ദിവസങ്ങളിൽ മാത്രമേ ഇത് തുറന്നിടാറുള്ളൂ. നാൽക്കാലികളുടെ അനുഗ്രഹം വാങ്ങുവാൻ ആദി ഉരുവിൻ്റെ നടയുണ്ട്. നമ്മൾ തൊഴുവാൻ ചെന്ന ദിവസം ഒരു ആട്ടിൻകുട്ടി കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് നല്ല ഇണക്കത്തോടെ എല്ലാവർക്കും ഒപ്പം നടക്കുന്നുണ്ടായിരുന്നു. പ്രകൃതിയോട് എത്രത്തോളം ഇണങ്ങിയ ഒരു കാവാണ് ഇത് എന്ന് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. വനദുർഗയമ്മയുടെ നടയും അടുത്തുണ്ട്. ദേവീമുഖങ്ങളിൽ വനദുർഗയെ ആരാധിച്ചാൽ എല്ലാ ദുരിതവും വിട്ടൊഴിയുമെന്നാണ് വിശ്വാസം. അഷ്ടനാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന നാഗരാജാവിൻ്റെയും നാഗയക്ഷി അമ്മയുടെയും നടയും ഇവിടെയുണ്ട്. സർപ്പദോഷങ്ങൾ ഒഴിവാക്കാനായി നമുക്കിവിടെ പാടിക്കുകയും ചെയ്യാം. കൊച്ചുകുഞ്ഞ് അറുകലയുടെ പ്രതിഷ്ഠയാണ് അടുത്തത്. നൂറ്റാണ്ടുകളായി ദുർമരണപ്പെട്ടു പോയ നമ്മുടെ പൂർവികരുടെ പ്രതിനിധിയാണിത്. അവർ ശക്തിമാന്മാരാണ്. അതിനാലാണ് കടുവയുടെ മുഖം നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആയുധം വെട്ടുകത്തിയാണ്. അത് വെച്ചാണ് ആരാധിക്കുന്നത്. അറുകുല ദോഷങ്ങൾ മാറുവാൻ ഇവിടെയാണ് പൂജിക്കേണ്ടത്. പിന്നീട് യക്ഷിയമ്മയുടെ നടയാണ്. ഇതിനു മുൻപിൽ നൂറ്റാണ്ട് പഴക്കമുള്ള നിർമ്മതി എന്ന് പറയുന്ന ഒരു മരമുണ്ട്. ഗവിയിലും ഇവിടെയും മാത്രമേ ഇതുള്ളൂ. കാവിൻ്റെയും ജനത്തിൻ്റെയും കാവലാലാണ് യക്ഷിയമ്മ. കുഞ്ഞുങ്ങളില്ലാത്തവർ ഇവിടെ പ്രാർത്ഥിച്ച ശേഷം കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ ഇവിടെ വന്ന് തൊട്ടിൽ കെട്ടുകയും കരിവള സമർപ്പിക്കുകയും ചെയ്യാറുണ്ട്. കുറവൻ കുറത്തി മലകളുടെ സങ്കല്പത്തിൽ പൂജകളും വിധികളുമുള്ള നടയാണ് കുറവൻ കുറത്തി നട. ഇടുക്കി ഡാം തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും ഇവിടെ വിശേഷാൽ പൂജകൾ നടത്താറുണ്ടത്രേ. പൂർവികരെ സ്മരിക്കുന്ന നടയാണ് അടുത്തത്. പൂർവികർ ധ്യാനം കൂടിയത് ഇവിടെയാണെന്നാണ് വിശ്വാസം. ഇവിടെ ഒരു ഏഴിലം പാലയുണ്ട്. ഇതാണ് ഇവിടുത്തെ പുറം കളരി. അതേപോലെ അച്ചൻകോവിലാറിൻ്റെ ഉത്ഭവസ്ഥാനത്ത് നിന്നും എടുത്തുകൊണ്ടുവന്ന കല്ലുകൾ കൊണ്ട് പണിത ഒരു നടയുമുണ്ട്. എല്ലാ 10-ാമതേ നാളിലും അപ്പൂപ്പൻ്റെ പിറന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി
കുംഭപ്പാട്ടും ആഴിപൂജയും ഇവിടെ നടത്താറുണ്ട്. താംബൂല സമർപ്പണമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. കള്ള്, കരിക്ക്, വെറ്റ, പൂജാദ്രവ്യങ്ങൾ എന്നിവയെല്ലാം ഒരു മുറത്തിൽ വെച്ചാണ് സമർപ്പിക്കുന്നത്. അതുമായി വന്ന് അപ്പൂപ്പനെയും അമ്മൂമ്മയെയും ഉഗ്രമൂർത്തികളായ ഉപദേവതകളെയും തൊഴുതതിന് ശേഷം അകക്കളരിയിൽ വന്ന് കരിക്കുടച്ച് രാശി നോക്കി ഊരാളി അപ്പൂപ്പൻ്റെ പ്രതിനിധി ഫലം പറയും. അങ്ങനെ അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട്. അതുപോലെ ഇവിടെ മീനൂട്ട് നടത്താറുണ്ട് കേട്ടോ. രാവിലെ 8:30 മണിക്ക് അച്ചൻകോവിൽ നദിയിലെ മീനുകൾക്കാണ് മീനൂട്ട് നടത്താറുള്ളത്. നമുക്കും ഇവിടെ ഭക്ഷണമുണ്ട് കേട്ടോ. തൊഴുത ശേഷം പുറം കളരിക്ക് സമീപമുള്ള വഴിയിൽ കൂടിയാണ് പുറത്തേക്ക് പോകേണ്ടത്. അവിടെയുള്ള വോളണ്ടിയേഴ്സ് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകും. വനത്തിനുള്ളിലെ കാവും ക്ഷേത്രവും ഓരോ ഭക്തൻ്റെയും മനസ്സും ശരീരവും ശാന്തവും ഭക്തി നിർഭരവുമാക്കും, ഉറപ്പായും. അപ്പം മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം സ്മിത.